ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 165 ആറ്റിൽ നോക്കി അരുമാനൂരിൽ കണ്ടു. ഭാഗം 165 ആറ്റിൽ നോക്കി അരുമാനൂരിൽ കണ്ടു ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ അരുവിപ്പുറത്തുള്ളപ്പോൾ പലപ്പോഴും ആറ്റിൽ പോയാണ് കുളിച്ചിരുന്നത്. ഒരു ദിവസം ഗുരുദേവൻ കുളിക്കാനായി ഇറങ്ങിയപ്പോൾ അന്നവിടെ അന്തേവാസിയായിരുന്ന പൗടിക്കോണത്ത് വിളയിൽ വീട്ടിലെ പരമു, പിൽക്കാലത്ത് പരമു തന്ത്രി, വിനോട് എണ്ണ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ജീരകമിട്ട് കാച്ചിയെടുത്ത എണ്ണയാണ് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്നത്. പരമു എണ്ണയും ചതച്ച ഇഞ്ചയും തോർത്തുമെടുത്തുകൊണ്ട് കുളിക്കടവിലേക്ക് നടന്ന ഗുരുദേവനെ അനുഗമിച്ചു. ഇതെല്ലാം കുളിസ്ഥലത്ത് ഭദ്രമായി വെച്ചു കൊടുത്തിട്ട് പരമു വേഗം മടങ്ങിപ്പോയി. കുളി കഴിഞ്ഞെത്തിയാൽ സാധാരണ പാലും പഴവുമാണ് ഗുരുദേവൻ കഴിക്കാറുണ്ടായിരുന്നത്. അതിനാൽ പാല് കാച്ചി ഒരു ഇലയിൽ പഴവും എടുത്തു വെച്ചിട്ട് പരമു ഗുരുദേവൻ്റെ വരവിനായി കാത്തിരുന്നു. ഗുരുദേവന് കുളിക്കുവാൻ കൂടുതൽ സമയം വേണമായിരുന്നു. എന്നാൽ അന്ന് മണിക്കൂർ 1 കഴിഞ്ഞിട്ടും ഗുരുദേവൻ കുളി കഴിഞ്ഞ് കയറി വന്നില്ല. നേരം പോകെ പോകെ എല്ലാവർക്കും ആകാംക്ഷയായി. മണിക്കൂർ 2 കഴിഞ്ഞു, എന്നിട്ടും ഗുരുദേവൻ വന്നില്ല. ആ വിവരമറിഞ്ഞെത്തിയ ആളുകൾ ആറ്റിലിറങ്ങി നോക്കി. അവരുടെ പരിശ്രമവും ആരവവും കേട്ട് അക്കരെ നിന്നവർ കൂടി ആറ്റിലിറങ്ങി അന്വേഷണമായി. അവിടെ എവിടെയും ഗുരുദേവനെ കാണാതായതോടെ അന്വേഷണം എല്ലാ ദിക്കിലേക്കുമായി 4 പാടേക്കും ആളുകൾ പാഞ്ഞുപോയി. പക്ഷേ ഗുരുദേവനെ കണ്ടതായ ഒരാളെപ്പോലും ആർക്കും കണ്ടെത്താനായില്ല. നേരം വൈകിട്ടായി. അപ്പോൾ അന്വേഷണത്തിലായിരുന്ന ഒരു ഭക്തൻ അരുവിപ്പുറം മഠത്തിലേക്ക് ഓടിയെത്തി. ഗുരുദേവ ശിഷ്യനായിരുന്ന ശിവപ്രസാദ് സ്വാമി ആ നേരത്ത് അരുവിപ്പുറത്തുണ്ടായിരുന്നു. ഓടി വന്ന ആ ഭക്തൻ ഗുരുദേവൻ അരുമാനൂരിലുള്ള ഒരാളുടെ വീട്ടിൽ വിശ്രമിക്കുന്നതായി വിവരം കിട്ടി എന്ന് സ്വാമികളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ശിവപ്രസാദ് സ്വാമിയും പരമുവും കൂടി അരുമാനൂരേക്ക് പുറപ്പെട്ടു. കേട്ടതുപോലെ തന്നെ ഗുരുദേവൻ അവിടെ ഒരു ഭക്തൻ്റെ വീട്ടിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഗുരുദേവനെ കണ്ട് നമസ്കരിച്ച ശേഷം അരുവിപ്പുറത്തേക്ക് എഴുന്നള്ളണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, നാം ഇപ്പോൾ തന്നെ വരണമോ? വരണം എന്ന് വീണ്ടും ശിവപ്രസാദ് സ്വാമി അപേക്ഷിച്ചു. എന്നാൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അവർക്കൊപ്പം അരുവിപ്പുറം മഠത്തിലേക്ക് മടക്കമായി. കുളിക്കാൻ ആറ്റിലിറങ്ങിയ ഗുരുദേവൻ എങ്ങനെ, എപ്പോൾ, ഏത് വഴി അരുമാനൂർക്ക് പോയി എന്നത് അന്നും ഇന്നും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു രഹസ്യമായി അവശേഷിക്കുകയാണ്. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 165 ആറ്റിൽ നോക്കി അരുമാനൂരിൽ കണ്ടു ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.